ജനറൽ കമ്പാർട്ട്മെന്റിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല. കേരള എക്സ്പ്രസിൽ നിന്ന് 2 പെൺകുട്ടികളെ അതുപോലെ പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടു. ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണൂർ ജയിലിൽ നിന്ന് അടുത്തിടെ ചാടിപ്പോയ ഗോവിന്ദച്ചാമിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയെയും കേരളം മറന്നിട്ടില്ല. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ കേരള എക്സ്പ്രസിൽ നിന്ന് 2 പെൺകുട്ടികളെ അതുപോലെ ഒരു നീചൻ പുറത്തേക്ക് ചവിട്ടി തള്ളി. അതിലൊരു പെൺകുട്ടി ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലോട് സോനു എന്ന സ്ത്രീക്കുട്ടി ആണ് ആശുപത്രിയിൽ കഴിയുന്നത്. മറ്റൊരു പെൺകുട്ടി കരമന സ്വദേശി അർച്ചനയാണ്. ഇവർ ഇരുവരും ശുചിമുറിയിൽ പോയി മടങ്ങി വരുമ്പോഴാണ് വാതിലിനരികിൽ നിന്നിരുന്ന ഈ അജ്ഞാതൻ അവരെ ആക്രമിച്ചത്. സ്ത്രീക്കുട്ടിയെ ചവിട്ടി പുറത്തേക്ക് തന്നെ തെറിപ്പിച്ചു. രണ്ടാമത്തെ കുട്ടി അർച്ചനയെ അയാൾ ചവിട്ടി താഴെയിട്ടെങ്കിലും അർച്ചന വാതിൽപ്പടിയിൽ പിടിച്ചു കിടന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ സഹയാത്രക്കാരാണ് അർച്ചനയെ രക്ഷിച്ചത്. എന്നാൽ ട്രാക്കിൽ അകപ്പെട്ടു പോയ ആ കുട്ടിയെ രക്ഷിച്ചത് എതിർ ദിശയിൽ നിന്ന് വന്ന മെമു എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റാണ്. സാധാരണ വാഹനങ്ങൾ അപകടം കണ്ടാൽ നിർത്തി ഡ്രൈവർമാർ രക്ഷാപ്രവർത്തകരായി നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു തീവണ്ടി ഓടിച്ചു വരുന്ന ഡ്രൈവർ, ലോക്കോ പൈലറ്റ് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഈ ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ക്രിമിനൽ ചവിട്ടി തള്ളിയിട്ട ആ പെൺകുട്ടി ആരും അറിയാതെ ആ തീവണ്ടി പാളത്തിൽ കിടക്കുമായിരുന്നു. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഈ ലോക്കോ പൈലറ്റിൻ്റെ ഇടപെടൽ കൊണ്ട് ഒഴിവായത്. വർക്കലയ്ക്കും കടക്കാവൂരിനും ഇടയിൽ തീവണ്ടി എത്തിയപ്പോഴാണ് രാത്രി 8:30 മണിയോടെ മദ്യ ലഹരിയിലായിരുന്ന ഇയാൾ പെൺകുട്ടികളെ ആക്രമിച്ചത്. പാറശാല പനച്ചമൂട് സുരേഷ് കുമാർ എന്ന യാത്രക്കാരനെ അത് കഴിഞ്ഞ് മറ്റു യാത്രക്കാർ തടഞ്ഞു വയ്ക്കുകയും RPF അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തീവണ്ടികളിൽ, അതും ജനറൽ കമ്പാർട്ട്മെന്റിൽ പോലും സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് സുരക്ഷിതത്വമില്ല എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇത്. എന്തായാലും ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയിൽ സഞ്ചരിക്കുന്ന മനുഷ്യരുടെ സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേക്കും RPFനും റെയിൽവേ പോലീസിനും എല്ലാം കഴിയേണ്ടതാണ്. ഈ ലോക്കോ പൈലറ്റ് സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടിയെ സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ ഈ പെൺകുട്ടി ഇപ്പോഴും ICUവിൽ കഴിയുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.